കൃപാസനം പത്രം സെപ്റ്റംബർ 2025 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. USA-യിൽ നിന്നുള്ള ലിസിയുടെ സാക്ഷ്യം. സമയഘടികാരത്തിൻ്റെ മാതാവ് ചെയ്ത ഏറ്റവും പുതിയ അത്ഭുതം. പൂർണ്ണ വിശ്വാസമില്ലാതെ ഉടമ്പടിയിൽ വെച്ച വിഷയം മാതാവ് ഏറ്റെടുത്തപ്പോൾ 2005 നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ എനിക്ക് USA-യിൽ പോകണമെന്ന ആഗ്രഹവുമായി എല്ലാ പരീക്ഷകളും പാസ്സായി പേപ്പർ വർക്കുകൾ നടത്തിയെങ്കിലും ഒന്നും ശരിയായില്ല. ആ ആഗ്രഹം ഉപേക്ഷിച്ച് 2011 ഞങ്ങൾ കാനഡയിലേക്ക് പോയി. കാനഡയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് നടക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾ ഉടമ്പടിയിൽ വയ്ക്കരുത്, നിങ്ങൾക്ക് എന്ത് നടക്കില്ല അതാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഉടമ്പടി കാശ് രൂപം വാങ്ങിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അച്ഛൻ എന്നെ ഒന്ന് നോക്കി. വീട്ടിൽ ചെന്ന ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു US എംബസിക്ക് ലെറ്റർ എഴുതാൻ. ഞാൻ ലെറ്റർ എഴുതുകയും എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് 18 വർഷങ്ങൾക്ക് ശേഷം US-ൽ എനിക്ക് ജോലി ശരിയാവുകയും ചെയ്തു. ഗുജറാത്ത് ജുനഗഡിൽ നിന്നുള്ള നിഷ രാജയുടെ സാക്ഷ്യം. 22 ഡോക്ടേഴ്സിൻ്റെ ഫയൽ ഞങ്ങളുടെ പക്കലുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന വഴി 20 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിന് ലഭിച്ച അത്ഭുത സാക്ഷ്യം. ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 20 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് പിറ്റേ വർഷം ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചുവെങ്കിലും മരിച്ചാണ് പ്രസവിച്ചത്. അതിനുശേഷം 6 പ്രാവശ്യം മിസ്കാരേജും 4 പ്രാവശ്യം ഡിയാൻസിയും 3 പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും 2 പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും 1 പ്രാവശ്യം IVF-ഉം ചെയ്തു. പക്ഷെ റിസൾട്ട് 0 ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ 22 ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ കാശുരൂപം തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞു. 11 മാസത്തിനു ശേഷം ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കുവൈറ്റിൽ നിന്നുള്ള വിപിൻ്റെ സാക്ഷ്യം. 5-ാം നിലയിൽ നിന്ന് താഴെ വീണ മകന് കാഴ്ചശക്തി ലഭിച്ചത് ഉടമ്പടി വഴി. ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു മാതാവ് ജഡ്ജായി വരുമെന്ന്. എൻ്റെ വിഷയത്തിൽ മാതാവ് ഇടപെട്ടു. കുവൈറ്റിലായിരുന്ന ഞങ്ങളുടെ മൂത്ത മകൻ 5-ാം നിലയിൽ നിന്ന് താഴെ വീണ് ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും സ്മെൽ തിരിച്ചറിയാൻ പറ്റാതാവുകയും ചെയ്തു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസമായപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് മകൻ പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, കണ്ണിലേക്കുള്ള ചെറിയ നെർവുകളൊക്കെ ചതഞ്ഞുപോയി, ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി. മകന് നല്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. മകന് കാഴ്ച തിരിച്ചു കിട്ടി. അൾത്താരയിൽ കയറിയപ്പോൾ മകന് കുന്തിരിക്കത്തിൻ്റെ മണവും കിട്ടി. കൂടാതെ മകൻ വീണതിൻ്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ കുവൈറ്റിൽ കേസ് ഉണ്ടായിരുന്നു. കോടതിയിൽ ചെന്നപ്പോൾ ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കേസിന്റെ വിധി വരുന്ന ദിവസം ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആർക്കെങ്കിലും കേസുണ്ടെങ്കിൽ അമ്മ മാതാവായിരിക്കും ജഡ്ജായി വരുന്നതെന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ ഞങ്ങളെ വെറുതെ വിട്ടുകൊണ്ട് കേസിന്റെ വിധി വന്നു. ദുബായിൽ നിന്നുള്ള ആശാ ഷെറിന്റെ സാക്ഷ്യം. ഷാർജയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അച്ഛനോട് പറഞ്ഞു. സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവ് ഞങ്ങളുടെ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ഷാർജയിൽ കുടുംബസമേതം താമസിക്കുന്ന ഞാൻ 2023 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ബൈബിളൊക്കെ വായിക്കാൻ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആധ്യാത്മികമായി ഒരുപാട് വളരാൻ സാധിച്ചു. ഉടമ്പടിക്ക് മുമ്പ് ഞാനൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നതിൻ്റെ പ്രോസസ്സിംഗ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എൻ്റെ ഭർത്താവിനും നല്ലൊരു ജോലി ഇല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഷാർജയിൽ ധ്യാനം നടത്താൻ വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ജോലിയില്ലാത്ത കാര്യം പറയുകയും അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഭർത്താവിന് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി വരികയും ഓഫർ ലെറ്റർ വരികയും ചെയ്തു. എറണാകുളത്ത് നിന്നുള്ള സുശീല മാത്യുവിൻ്റെ സാക്ഷ്യം. കുടുംബത്തിൽ 5 പേർ ക്യാൻസർ വന്ന് മരണപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് പൂശി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം നടന്ന അത്ഭുതം. ഞാൻ 2023 ഉടമ്പടി എടുത്തിരുന്നു. മാൾട്ടയിലായിരുന്ന എൻ്റെ ഭർത്താവിന് ഒരു നെഞ്ചുവേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഇത് ക്യാൻസറസ് ആയിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു.
എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ 5 പേർ ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ടുണ്ട്, എനിക്കും ക്യാൻസർ ആയിരിക്കുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോരാൻ ഭർത്താവ് മടിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഭർത്താവ് നാട്ടിലെത്തുകയും വീണ്ടും ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ 95% ക്യാൻസർ ആണ്, ലങ്സിലാണ് മുഴ കണ്ടിരിക്കുന്നതെന്നും അത് നീക്കം ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കണമെന്നും പറഞ്ഞു. സർജറിയുടെ പിറ്റേന്ന് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ബയോപ്സിയുടെ റിസൾട്ട് വന്നിട്ട് റേഡിയേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. 14 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഭർത്താവിന് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ നിന്നുള്ള ലിജോ ജോയിയുടെ സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടിയിൽ നടന്ന അത്ഭുതങ്ങൾ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തുവെങ്കിലും ഫലമില്ലായിരുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യുകയും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേൾക്കാനിടയാകുകയും എന്തുകൊണ്ട് എനിക്കും ഉടമ്പടി എടുത്തുകൂടാ എന്ന് ചിന്തിക്കുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഭാര്യയുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഉടമ്പടിയെടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ ഉടമ്പടിയെടുത്ത ശേഷം എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടുകയും ചെയ്തു. എറണാകുളം ചെല്ലാനത്ത് നിന്നുള്ള പീറ്റർ ടി.ജെയുടെ സാക്ഷ്യം. 11 ലക്ഷം രൂപ ബാധ്യതയുമായി വന്ന് ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ മാതാവ് ചെയ്ത അത്ഭുതം. ഞാൻ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ആ വർഷം തന്നെ 9.5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ബോട്ട് വാങ്ങിച്ചു. അതിനുശേഷം 11 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയും വിളിക്കുകയും ചെയ്തു. ഞാൻ ബാങ്കിൽ ചെന്ന് മാനേജറെ കണ്ട് പണിയൊന്നുമില്ലാത്തതിനാൽ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് വിളിക്കുകയും അദാലത്തിൽ 11 ലക്ഷം രൂപ എന്നുള്ളത് 4 ലക്ഷം രൂപയാക്കി കുറച്ചു തരികയും ചെയ്തു. കൂടാതെ ഞങ്ങൾ മീൻപിടുത്തം കഴിഞ്ഞു വരുമ്പോൾ കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമാവുകയും ഞങ്ങളുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്ത സമയം ഞങ്ങൾ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുകയും സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തതിന്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ കരയ്ക്ക് വരാൻ സാധിച്ചു. കോഴിക്കോട് നിന്നുള്ള ഡോക്ടർ അലീനയുടെ സാക്ഷ്യം. ഡോക്ടർ അലീന പറയുന്നത് മെഡിസിൻ എടുക്കാതെ ഉടമ്പടി വഴി സുഖപ്പെട്ട വലിയ സാക്ഷ്യം. ഞാൻ MBBS 3rd ഇയർ ഫൈനൽ എക്സാം ആയപ്പോൾ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും മുടികൊഴിച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ എല്ലാം കൂടുതലായിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ കൈക്ക് വിറയലുണ്ടായിരുന്നു. മരുന്നുകൊണ്ട് മാത്രമേ ഇത് മാറുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. 2 വർഷമായിട്ടും ഇത് കുറഞ്ഞില്ലെങ്കിൽ തൈറോയ്ഡക്ടമി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എറണാകുളത്ത് നിന്നുള്ള ചിന്നുവിന്റെ സാക്ഷ്യം. ഉടമ്പടി നിബന്ധനകൾ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് ഭയന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടിയിൽ സംഭവിച്ച അത്ഭുതം. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച എൻ്റെ മകൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഫിസിക്സും കെമിസ്ട്രിയും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് പാലിക്കാൻ പറ്റുമോ എന്ന് ഭയന്ന് ഉടമ്പടി ആദ്യം എടുത്തില്ല. പിന്നെ മെയിൻ എക്സാമിന്റെ സമയത്ത് ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ പോയാൽ മകൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടില്ല, എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടെ പാസ്സാവുകയും കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി എന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. എറണാകുളം പട്ടിമറ്റത്തു നിന്നുള്ള രേവതിയുടെ സാക്ഷ്യം. മകന് മുടി വട്ടം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ മാതാവ് ചെയ്തു തന്നത്. എൻ്റെ ഇളയ മകന് തലയിൽ മുടി വട്ടത്തിൽ പൊഴിയുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന അസുഖമുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. മകൻ മുട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് വെഞ്ചരിച്ചു തന്ന ഉപ്പും ഉടമ്പടി തൈലവും മകന്റെ തലയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി അത്ഭുതകരമായി മകന് സൗഖ്യം ലഭിക്കുകയും മുടി വരാനും തുടങ്ങി.
കൂടാതെ ഞാൻ വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചിട്ട് 1.5 വർഷമായി വിസ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി 2 ആഴ്ചയ്ക്കുള്ളിൽ പേപ്പർ വർക്കുകൾ നടക്കുകയും ഈ മാസം തന്നെ എനിക്ക് വിദേശത്ത് പോകുന്നതിനുള്ള കാര്യങ്ങളും ശരിയായി. എറണാകുളം പനങ്ങാട് നിന്നുള്ള ഡെയ്സി തോമസിന്റെ സാക്ഷ്യം. വാടക കിട്ടാതെ വിഷമിച്ചപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നടന്ന അത്ഭുതം. എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഞങ്ങളുടെ ജീവിതമാർഗമായി ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്ന കടക്കാർ വാടക തരാതായി. ഞങ്ങൾ പോലീസിൽ കേസ് കൊടുത്തെങ്കിലും സിവിൽ കേസ് ആയതിനാൽ കോടതിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. വക്കീലിനെ കണ്ട് കേസ് കൊടുത്തപ്പോൾ വക്കീൽ പറഞ്ഞത് ഇത് 3-4 വർഷം നീണ്ടുപോകുന്ന കേസാണെന്നാണ്. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി കേസ് വിധി വരികയും കോടതിയിൽ നിന്ന് ആമീൻ വന്ന് കട തുറന്നു തരികയും കട മറ്റാൾക്കാർക്ക് കൊടുക്കുകയും വാടക ലഭിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി.